ഗ്ലോറി ടു ഗോഡ്. ലീവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങളേവരെ ഞാൻ ചേർന്ന് സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അഭിരമ്യ എസ് ആണ്, തിരുവനന്തപുരത്ത് നിന്ന്. പ്രിയ എസിൻ്റെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത് തൻ്റെ കുടുംബം അത്ഭുതകരമായ വിടുതലുകൾ കാണുവാനായിട്ട്, പ്രത്യേകിച്ച് തൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന ആ സമ്പാദ്യങ്ങൾ തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ തൻ്റെ കുടുംബത്തിൻ്റെ നന്മയ്ക്കായി അത് വിനിയോഗിക്കുവാനായിട്ട്, അത് അവർക്ക് പൂർണ്ണമായി ലഭിക്കേണ്ടതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുന്നു. അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥന വിഷയം തൻ്റെ ഹസ്ബൻഡിൻ്റെ കുടുംബമായിട്ട് നിൽക്കുന്ന ആ മുഴുവൻ പാരമ്പര്യമായി നിൽക്കുന്ന എതിരുകൾ, പ്രത്യേകിച്ച് വലിയ എതിരുകളാണ് അവർ കുടുംബമായി കാണുന്നത്. ആ എതിരുകൾ മുഴുവൻ മാറിപ്പോകേണ്ടതിനായിട്ടും അടുത്ത പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത്, നാളുകളായിട്ട് അഭിരമ്യ ശ്രമിക്കുന്നു വിദേശത്തേക്ക് കടന്നു പോകാനായിട്ട്, കുടുംബമായി ആ രാജ്യത്തിൽ ജീവിക്കുവാനുള്ള വഴി ദൈവം തുറക്കേണ്ടവരായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. ദൈവം ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം. പ്രത്യേകിച്ച് ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ നിൽക്കുന്ന എതിരുകൾ മാറിപ്പോവുകയും ഇവർക്ക് കുടുംബമായി വലിയ സമാധാനവും സന്തോഷവും അനുഭവിക്കേണ്ടതിനായിട്ടാണ് ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്യുന്നത്. നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടട്ടെ. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അഭിരമ്യസിന് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആർക്കും കടക്കാരനല്ലാത്ത ദൈവത്തിൻ്റെ കരത്തിലേക്ക് പ്രത്യേകിച്ച് ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന സമ്പാദ്യമെല്ലാം കയ്യിൽ നിന്ന് ഓട്ടസഞ്ചി പോലെ അത് പോയിക്കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, ശൂന്യമാകുന്ന അനുഭവത്തിൽ നിന്ന് താനും കുടുംബവും സന്തോഷത്തോടെ ആ നന്മകൾ പ്രാപിക്കുവാനായിട്ട്, കർത്താവ് അതിന് വിരോധമായി വ്യാപരിക്കുന്ന എല്ലാ എതിരുകളും മാറേണ്ടതിനായിട്ട്, പ്രത്യേകിച്ച് തൻ്റെ കുടുംബപരമായി ഹസ്ബൻഡിൻ്റെ കുടുംബപരമായി നിൽക്കുന്ന എല്ലാ എതിരുകളും വിഗ്രഹശക്തികൾ, പാരമ്പര്യം അങ്ങനെ നിൽക്കുന്നതെല്ലാം ഇപ്പോൾ തന്നെ ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാറിപ്പോകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതേപോലെ തന്നെ അഭിരമ്യസിന് കുടുംബമായി വിദേശത്ത് സെറ്റിലാകുവാൻ, ആ ദേശത്തിലേക്ക് കടന്നു പോകാനുള്ള എല്ലാ വഴികളും ദൈവം തുറക്കേണ്ടതിനായി, ദൈവത്തിൻ്റെ കരം വെളിപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് പ്രിയ സിസിൻ്റെ മാതാവിനായി പ്രാർത്ഥിക്കുന്നത് പൂർണ്ണ സൗഖ്യം, പൂർണ്ണ വിടുതൽ. കർത്താവെ, കുടുംബത്തിൻ്റെ സന്തോഷത്തിനായി ദുഷ്ടൻ കൊണ്ടുപോയ നന്മകൾ മടക്കി കൊടുക്കേണ്ടതിനായിട്ട്, സമാധാനം, സൗഖ്യം, സമ്പത്ത് മടക്കി കൊടുക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലിയൊരു വിടുതൽ തൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമേ അപ്പ. കർത്താവ് അത് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം. പ്രത്യേകിച്ച് അഭിരമ്യസിന് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജോലിയുടെ വാതിലങ്ങ് തുറക്കാൻ പോകുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. കടന്നു വന്നാട്ടെ. ഹല്ലേലൂയ. നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരിക. കുറിവാക്യമായിട്ടൊരു വാക്യം ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒരുമിച്ച് നിങ്ങൾ നോക്കുക. ഈ രണ്ട് വാക്യങ്ങൾ പഴയ നിയമത്തിൽ നിന്നെടുത്ത് ഉദ്ധരിച്ച വാക്യങ്ങളാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനത്തിൻ്റെ ആഴമായ ഒരു തലമെന്ന് പറയുന്നത് ഓരോ അധ്യായങ്ങളും പഴയ നിയമത്തിൽ നിന്നെടുത്ത് പൊരുൾ തിരിക്കുകയാണ്. എഴുതിയേക്കുന്ന ആളുടെ പേര് വ്യക്തമല്ല, പക്ഷെ ഗ്രന്ഥകർത്താവിനെ നോക്കിയിട്ട് ചരിത്രകാരന്മാർ മുഴുവൻ വിളിച്ചു പറയുന്നു, ഈ ഭാഷാ ശൈലി കാണുമ്പോൾ ഇത് പൗലോസ് അപ്പോസ്തലനാണ് എഴുതിയിരിക്കുന്നതെന്ന്. ഹല്ലേലൂയ. ആ നിലകളിൽ നിന്നിട്ട് 6-ാം അധ്യായത്തിലേക്ക് വന്ന് വാഗ്ദത്തത്തിൻ്റെ ഒരു ആഴം തുറക്കുകയാണ്. ആഴം തുറക്കുന്നു. ഹല്ലേലൂയ. വാഗ്ദത്തം പ്രാപിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് അതിനകത്ത് കൊടുക്കുന്നു. ഹല്ലേലൂയ. അതിനകത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ ആഴം അല്ലെങ്കിൽ ഹല്ലേലൂയ ആ വാഗ്ദത്തം പറയുന്നവൻ്റെ ഹല്ലേലൂയ ഉറപ്പ് കേൾക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഈ കുറിവാക്യം നിങ്ങളുടെ മുമ്പിലോട്ട് വയ്ക്കുന്നത്. 6-ാം അധ്യായം 13-14 വാക്യങ്ങൾ ഒന്നുകൂടെ വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു പറഞ്ഞ് ഈ വാക്യത്തിലേക്ക് ഞാൻ വീണ്ടും വരും കേട്ടോ. തന്നെക്കാൾ വലിയവനില്ലാഞ്ഞതുകൊണ്ട് തന്നെ കൊണ്ട് സത്യം ചെയ്തു. ഹല്ലേലൂയ. അബ്രഹാമിയ സന്തതികളാണ് ഈ ഹോളിനകത്ത് ഇരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കളെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഹല്ലേലൂയ, ആ അബ്രഹാമിനോടുള്ള ഉടമ്പടി നിന്നോടുകൊണ്ട് കർത്താവിന്. കാരണം എന്താണെന്നറിയാമോ? ഉടമ്പടി ചെയ്തവനെ അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടേക്കാണ് ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിനകത്ത് വേറെ പറയാനായിട്ട് എന്നെ ഉയർത്താനൊന്നും ആരും ഇല്ലായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. ഇവിടം വരെ എവിടെങ്കിലും ഒന്ന് എത്തിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, കർത്താവിനെ ഞാൻ വലുതായി കണ്ടതുകൊണ്ടാണ്. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് പറയാമോ? കർത്താവ്, ഇന്ന് വെളിപ്പെടുന്നത് ചിലത് അനേകരുടെ വിടുതലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുമിച്ചൊന്ന് പറയാമോ? അബ്രഹാമിനോട് വിളിച്ചിറക്കി അബ്രഹാമിനോട് ദൈവം പറയാ, ഞാൻ പറഞ്ഞ വാക്കുകൾ ഞാൻ നിന്റെ മേളിൽ നിവർത്തീകരിക്കേണ്ടതിന് എനിക്ക് മുകളിൽ വേറെ ആരുമില്ലടാ. അതുകൊണ്ട് ഞാൻ എൻ്റെ നാമം ചൊല്ലി നിന്നോട് സത്യം ചെയ്യുകയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും, ഞാൻ നിന്റെ പേരിനെ വലുതാക്കുമോ. അത് അനുഭവിക്കുന്നവർ ഈ ഹോളിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ചൊന്ന് ചേർന്നുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറാകണം. അപ്പം വാഗ്ദത്തത്തെക്കുറിച്ചാണ്
അബ്രഹാമിനോട് ഈ വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഓർപ്പിക്കുന്നത്. അതിനകത്ത് 6:10 തുടങ്ങിയുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ സ്വഭാവം തിരിച്ചറിയാൻ പറ്റുന്ന വാക്യങ്ങളാണ്. 6:10 വാക്യം മുതൽ അപ്പം ദൈവത്തിൻ്റെ ആ സ്വഭാവം ഇന്ന് പകൽ ഞാനിതുങ്ങളൊന്ന് തിരിച്ചറിയേണ്ടതിന് പറയുകയാണ്. ദൈവം നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നവനാണ്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പറയാമോ? ദൈവം നിങ്ങളുടെ പ്രവൃത്തി അറിയുന്നവനാണ്. ഹല്ലേലൂയ. എന്നിട്ട് അടുത്ത വാക്യം പറയാം, വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹവും അവൻ മറന്നു കളയാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ടെന്ന് പറഞ്ഞാൽ, മറക്കാത്ത ഒരു ദൈവത്തെ ആരാധിക്കാനാണ് ഞാൻ വന്ന് നിൽക്കുന്നത്. ഓ ഹല്ലേലൂയ. ഞാൻ ആ ജീവനുള്ള ദൈവത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. സാഹചര്യം നോക്കാതെ, മതം നോക്കാതെ, സംഘടന നോക്കാതെ എൻ്റെ കർത്താവിനെ കണ്ടുകൊണ്ട് ഞാൻ ഇറങ്ങിയത് കൊണ്ട് ഞാൻ വിശ്വസിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നു, കർത്താവേ നീ എന്നെ മറക്കത്തില്ലെന്നുള്ളത് ഉറപ്പാണ്. ദൈവത്തിന്റെ വിശ്വസ്തതയാണ് ദൈവം വിളിച്ചു പറയുന്നത്. അവൻ മറക്കാത്തവനാണ്. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. മറക്കാത്തവനാണ്. ഹന്നായെ അവൻ മറന്നില്ലെന്നാണ് ഹന്ന ശമൂവേലിൽ എഴുതുന്നത്. വിശ്വസിക്കുന്ന ആലയത്തിൽ വന്നിരുന്നു വാവിട്ട് നിലവിളിച്ചു. കുത്തുവാക്കുകൾ കേട്ട് വിഷമിച്ച് വേദനപ്പെട്ട് നിൽക്കുന്ന ഹന്ന ആ ആലയത്തിൽ വന്നൊരു നേർച്ച കഴിച്ചുകൊണ്ട് പറഞ്ഞു, നീ എനിക്കൊരു പുരുഷ സന്താനത്തെ തന്നാൽ ഈ ആലയത്തിന് വേണ്ടി ഞാൻ അതിനെ വിട്ടുതരും. ഓ ഹല്ലേലൂയ. അവളുടെ ജീവിതത്തിനകത്ത് വന്ന ഹല്ലേലൂയ പ്രതികൂല സാഹചര്യത്തിനകത്ത് പെനീന എന്ന് പറയുന്ന അവളെ വല്ലാതെ കുത്തി നോവിപ്പിച്ച നിലയിൽ, ജീവിക്കാൻ പറ്റാത്ത നിലകളിൽ ആക്കിയ അതേ അനുഭവത്തിൽ നിന്നുകൊണ്ട് അവൾ ആലയത്തിൽ വന്ന് നിന്നുകൊണ്ട്, ഓ സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ സ്വീകരിക്കണമേ. അങ്ങനെ കുത്തുവാക്കുകൾ കേട്ടവരുണ്ട് ഇതിനകത്ത്, അങ്ങനെ വേദനപ്പെട്ടവരിനകത്ത് നിൽപ്പുണ്ട്. അവരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ആലയത്തിനകത്ത് വന്ന് നീ കരയുന്ന, ആലയത്തിനകത്ത് വന്ന് നീ വിളിക്കുന്ന, നിന്റെ വിളി കാണാതെ തമ്പുരാൻ പോകത്തില്ല. കുത്തുവാക്കുകൾ പറഞ്ഞ ഈ പദം സ്വീകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. കുത്തുവാക്കുകൾ പറഞ്ഞവർ തിരുത്തി പറയേണ്ടി വരും. കാരണം നീ ആലയത്തിൽ വന്ന് നിൽക്കുന്നയാളാ. ഓ ദ്രോഹിച്ചവർ തിരുത്തി പറയേണ്ടി വരും. കാരണം നീ ആലയത്തിൽ വന്ന് ആരാധിക്കുന്നയാളാ. നിന്നെ മറക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയത്തില്ല. നീ മറന്നാലും എൻ്റെ ദൈവം ചിലത് മറക്കത്തില്ല. അതൊന്ന് തിരിച്ചറിയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് ആത്മാവിൽ പരിശുദ്ധാത്മാവ് ആരെയോ കരം പിടിച്ചങ്ങ് എഴുന്നേൽപ്പിക്കും. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് കര ഉയർത്തിപ്പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവം അവിടെ വെളിപ്പെടുകയാണ്. ദൈവത്തിൻ്റെ സ്വഭാവം വെളിപ്പെടുകയാണ്. ഞാൻ ആ പദം വിളിച്ച് പറയുന്നു, അവിടെ നിന്ന് പുരോഹിതന് പിടികിട്ടില്ല ഇവൾ കരയുന്നത് എന്തിനാന്ന്. ഹല്ലേലൂയ. ആദ്യം ഹല്ലേലൂയ അവൾ കുത്തുവാക്കുകളിൽ വേദനയിൽ ഒറ്റപ്പെട്ടവളാണ്. പക്ഷെ പെനീനയെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, വാഗ്ദത്തമുള്ള ഹന്ന വഴിയടഞ്ഞെന്ന് നീ പറയുമ്പോൾ, അടുത്തേതോ മിനിറ്റിൽ കണ്ണുനീരിൽ ആലയത്തിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ഹന്നായോട് പറയാനുണ്ട്, രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്നവൻ നിന്നിലൂടെ പുറത്തു വരാൻ പോകുന്നു. രാജാക്കന്മാരെ വേർതിരിക്കുന്നവൻ നിന്നിലൂടെ പുറത്തു വരാൻ പോകുന്നു. അതിനു വേണ്ടിയാണ് ദൈവം വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ വാഗ്ദത്തം കേട്ട വിടുതൽ നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും കാലതാമസം എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ ആരാധനയിൽ വന്നു നിൽക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് നിന്നോടൊന്ന് പറയാനുണ്ട്, ഇത് നിന്റെ സമയമാണ്. നിങ്ങൾ നോക്കി, അവിടെ നിന്ന് പുരോഹിതനായ ഏലിക്ക് മനസ്സിലായില്ല ഇവളിങ്ങനെ കരയുന്നത്. ഏലിക്ക് പിടികിട്ടിയില്ല. ഏലി അവളെ തെറ്റിദ്ധരിച്ചു. തെറ്റിദ്ധരിച്ചിട്ട് എന്താ പറഞ്ഞെന്നറിയാവോ? നീ മദ്യപിച്ച് വീഞ്ഞു കുടിച്ചിട്ടാണോ വന്ന് നിൽക്കുന്നേ? അറിയാം, നിങ്ങൾ ഇതേപോലെ തെറ്റിദ്ധരിക്കപ്പെട്ടവരായിരിക്കാം. നിങ്ങൾ ഇതേപോലെ കുറ്റം പറച്ചിലുകൾ കണ്ടവരായിരിക്കാം. പക്ഷെ എൻ്റെ ദൈവം നിങ്ങളെ നോക്കി വിളിച്ചു പറയാം. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, കുറ്റം പറഞ്ഞവരും ഒറ്റപ്പെടുത്തിയവരും ദ്രോഹിച്ചവരും ഒക്കെ ആലയത്തിൽ നിൽക്കുന്ന നിന്നോട് തമ്പുരാൻ പറയുന്നു, മാറ്റി പറയേണ്ടി വരും, മാറ്റി പറയേണ്ടി വരും. രണ്ടാമത്തെ തലം, തെറ്റിദ്ധരിക്കപ്പെട്ട പുരോഹിതന്മാർ അത് തിരുത്തി പറയേണ്ടി വരും. കാരണം നിന്നെ മറക്കാത്തൊരു ദൈവമുണ്ട്. വാക്ക് പറഞ്ഞ ദൈവം വിളിച്ചു പറയുന്നു, ഹന്നായെ നീ കരയാൻ വന്നു നിൽക്കുമ്പോൾ എനിക്ക് നിന്നിലൂടെ രാജാക്കന്മാരെ തൊടുന്ന ഒരുത്തനെ എഴുന്നേൽപ്പിക്കാനുണ്ട്. ഓ വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഒരുമിച്ച് വാഗ്ദത്തം കേട്ടവരിനകത്ത് തിരിപ്പുണ്ടെങ്കിൽ രോഗത്തിൽ തീരുമെന്നല്ല, പ്രശ്നത്തിൽ അവസാനിക്കുമെന്നല്ല. എൻ്റെ കർത്താവ് നിന്നോട് വിളിച്ചു പറയുന്നത്, വാഗ്ദത്ത പൂർത്തീകരണത്തിലേക്ക് നീ ഇത് ആലയത്തിനകത്ത് കരഞ്ഞുകൊണ്ട് എഴുന്നേൽക്കുകയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച്. അപ്പം ദൈവത്തിൻ്റെ സ്വഭാവമാണ് ഞാൻ ഈ മിനിറ്റിൽ തൊട്ടത്. അവൻ മറക്കാത്തവനാണ്. വെളിപ്പാട് പുസ്തകം പറയുന്നു, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. ഞാനിതാ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്കൽപ്പമേ ശക്തിയുള്ളൂ, എങ്കിലും എൻ്റെ വചനത്തെ കാത്തു. വചനത്തിന് വേണ്ടി നിൽക്കുന്ന കർത്താവിനെ കാണുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, നീ കാണാത്ത കാര്യങ്ങൾ കാണാൻ തുടങ്ങും.
സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ നന്ദി പറഞ്ഞേ. അടുത്ത പദത്തിലോട്ടൊന്ന് കയറുകയാണ്. എബ്രായ ലേഖനത്തിലേക്ക് വേഗത്തിൽ വരുന്നു. 11-12 വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരേപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അടുത്ത പദം 12ാമത്തെ വാക്യം, ഇമ്പോർട്ടൻസ്. 12ാമത്തെ അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. എങ്ങനെയാണ് ആ വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നത്? തുടങ്ങിയ മുതൽ അവസാനം വരെയും ഒരേപോലെ. ഉത്സാഹത്തിന് കുറവില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തി. മടുത്തുപോയി ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഒറ്റപ്പെട്ടു പോയി കളിയാക്കുന്നവരാരെങ്കിലും ഉണ്ടോ? അറിയാം, വീട്ടുകാർ പറയും നിനക്ക് എന്തോ കിട്ടിയെന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവരോടെല്ലാം ഞാൻ പൂർണ്ണമായി വിളിച്ചു പറയുന്നു, മടുത്തു പോകരുത്. കർത്താവിനെ അങ്ങനെ അങ്ങ് മുറുകെ പിടിക്കാൻ തയ്യാറാകണം. അങ്ങനെ നിങ്ങൾ മന്ദതയില്ലാത്തവരെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ പ്രാപിക്കാൻ തയ്യാറാക്കണം. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ്, വിശ്വാസത്താലും. വിശ്വാസം അവിശ്വാസം പറയുന്നവരല്ല. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ദൈവം അത് ചെയ്യും. എൻ്റെ ദൈവം, ആരും പ്രവാചകൻ കൈവയ്ക്കണ്ട. നീ ഏത് സാഹചര്യത്തിലും വിളിച്ചു പറയും, ദൈവം അത് ചെയ്യും. അങ്ങനെ ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, വാഗ്ദത്തത്തിലേക്കൊന്ന് തിരിയാൻ ആഗ്രഹിക്കുന്നവർ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്. ഈ കേൾക്കുന്ന വാഗ്ദത്തങ്ങളുടെ വില എന്താണെന്നറിയാവോ? ആ വാഗ്ദത്തങ്ങളുടെ വിലയാണ് നമ്മൾ കുറിവാക്യമായി പറഞ്ഞത്. എൻ്റെ ദൈവം ഒരു ജാമ്യക്കാരനെ പോലെ നിന്റെ അടുക്കൽ വന്നു എന്ന് പറയുക. നിന്നോട് പറഞ്ഞ, അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിയെങ്കിൽ നിന്നോട് പറഞ്ഞത് നിവർത്തിയാകും. കാരണം ഞാനാണ് അതിൻ്റെ നടുവിൽ ആ ജാമ്യക്കാരനെ പോലെ നിൽക്കുന്നത്. നീ സൗഖ്യമാകുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറ ഗതി പിടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിനക്ക് നന്മകൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മാറാൻ ദൈവം മനുഷ്യനല്ല. വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വിശ്വസ്തതയിൽ എത്രത്തോളം ദൈവത്തെ വിളിക്കാൻ പറ്റുമോ, വിശ്വസ്തതയിൽ എത്രത്തോളം ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ, അവരൊരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് പറഞ്ഞ്, കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ആ മഹത്വം വെളിപ്പെടുന്നത് കാണാൻ പോകുന്നു. 2 പത്രോസ് 1-ാമത്തെ വാക്യം പറയുന്നു, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നു. ഒന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ പറഞ്ഞേ, വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൻ്റെ മേലോട്ട് വന്നാൽ 2 കാര്യങ്ങൾ നിനക്ക് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. ഈ 2 കാര്യങ്ങളാണ് നമ്മളെ കുഴച്ചുകൊണ്ടിരിക്കുന്നത്. ജീവനും ജീവിക്കാൻ വേണ്ടിയുള്ളതും ഭക്തിക്ക് വേണ്ടിയുള്ളതും നിനക്ക് ദാനമാണ്. ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ ഇന്ന് ഞാൻ ഫ്രീ ആകും കേട്ടോ. നിനക്ക് ജീവിക്കാൻ മാർഗമില്ലെന്ന് പറയുമ്പോൾ കർത്താവ് പറയും, വാ എൻ്റെ വാഗ്ദത്തത്തിനകത്ത് കയറി നിൽക്കുക, നിനക്ക് ജീവിക്കാനുള്ള വഴി ദാനമാണ്. എന്നിട്ട് തമ്പുരാൻ ഒരു പദം നിന്നോട് കയറി അങ്ങ് പറയും, ഇസ്രായേൽ മക്കളെ 40 വർഷം മരുഭൂമിയിൽ നടത്തിയത് ഞാനാണെങ്കിൽ നിന്നെ ഈ ഭൂമിയിൽ നടത്താൻ എനിക്ക് കഴിയും. സ്വീകരിക്കാൻ പറ്റുന്നവർ ഒരുമിച്ച് കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, അറിയാം എൻ്റെ കർത്താവ് ദാനം ചെയ്തിരിക്കുന്നവനാണ്. എന്നിട്ട് അടുത്ത പദം ഇമ്പോർട്ടൻസ്, 4ാമത്തെ വാക്യം, അവയാൽ അവൻ നമുക്ക് എങ്ങനെ ഈ ജീവനും ഭക്തിക്കും ഉള്ളത് ദാനം ചെയ്തിട്ട് പറയാം, വാഗ്ദത്തങ്ങളെ നിനക്ക് ദാനം വെച്ചേക്കുക. വാഗ്ദത്തങ്ങൾ എന്ന് പറയുന്നത് വിലയേറിയതാണ്. ഈ വാഗ്ദത്തങ്ങൾ എങ്ങനെ പ്രാപിക്കുമെന്ന് ചോദിച്ചാൽ, ഞാൻ ഏതൊക്കെയോ മീറ്റിങ്ങുകളിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, എല്ലാ അനുഗ്രഹത്തിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. നീ എടുക്കുന്ന സ്റ്റെപ്പുകളാണത്. എല്ലാ ശാപത്തിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, നീ അനുഗ്രഹിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. നീ മാനിക്കപ്പെടുന്നതിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, സീസണുകളുടെ മധ്യത്തിൽ ഒരു റീസൺ നിൽപ്പുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ക്രിസ്മസിൻ്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ട്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ക്രിസ്മസ് എന്ന് പറയുന്നത്. യേശു ഈ ഭൂമിയിൽ ജനിച്ചതിൻ്റെ റീസണാണത്. ആത്മാവിൽ അടുത്ത നമ്മൾ ഈസ്റ്ററിലേക്ക് വരികയാണ്. ആ ഈസ്റ്ററിൻ്റെ പിന്നിൽ ഒരു ഹല്ലേലൂയ റീസൺ ഉണ്ട്. യേശു മരണത്തെ ജയിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഇതേപോലെ നിൻ്റെ കുടുംബത്തിനകത്ത് ചിലത് കയറണമെങ്കിൽ അറിയാം, അതിൻ്റെ പിന്നിൽ ചില കാരണങ്ങൾ നിൽപ്പുണ്ട്. ഒരുമിച്ചൊന്ന് കരമുയർത്തിപ്പിടിച്ചൊന്ന് കർത്താവിനെ
നന്ദി പറയാൻ പറ്റുമോ? പത്രോസിനെ ദൈവം മാനിക്കാനുള്ള ഒരു റീസൺ ഉണ്ട്. എന്താണെന്നറിയാമോ? പത്രോസിൻ്റെ പടകിനെ ദൈവം അങ്ങ് നിറച്ചു. പത്രോസ് ആ നിറച്ചത് കണ്ടപ്പോൾ ബാക്കിയൊന്നും നോക്കിയില്ല. നിറവധികമാണെന്ന് കണ്ടപ്പോൾ അടുത്ത പടകളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളും നിറയാൻ പറഞ്ഞു. അല്ലെ, ആ ക്വാളിറ്റി എൻ്റെ കർത്താവിന് അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പത്രോസാ വിളിച്ചത് കേട്ടോ. അറിയ, വേറെ യേശു അല്ല ആ പടകളെ മാടി വിളിച്ചത്. പത്രോസ് വിളിച്ചു പറഞ്ഞു, വാ, എൻ്റെ അനുഗ്രഹം നിങ്ങളുടെ മേളിലോട്ടും കൂടെ പകരട്ടെ. സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇന്ന് നീ എടുക്കുന്ന ചില ഡിസിഷനുകളിൽ, നീ എടുക്കുന്ന ചില തീരുമാനങ്ങളിൽ അനുഗ്രഹത്തിൻ്റെ റീസണുകൾ വെളിപ്പെട്ട് വന്നിരിക്കും. 12 പേരും ഒരേപോലെ ആ പടകിനകത്ത് നിൽക്കുന്നത്. 12 പേരെ മേളിലോട്ടാ കാറ്റ് വീശിയത്. 12 പേരെ മേളിലോട്ടാ തിരമാലകൾ തള്ളിക്കയറിയത്. പക്ഷേ ഹല്ലേലൂയ, ആ 12 പേര് ഹല്ലേലൂയ അറിയ ഒരുമിച്ച് ആ മരണം കാണുമെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ യേശു ആ തിരമാലയുടെ മുകളിലൂടെ അടുത്തു വന്നു. ശ്രദ്ധിക്കണമേ, യേശു ആ തിരമാലയുടെ അടുക്കലൂടെ അടുത്തു വന്നു. അടുത്ത പദം പറയുന്നു, അതിനകത്ത് ഒരുത്തൻ മാത്രം പറഞ്ഞു, നീ യേശുവാണെങ്കിൽ, നീ ദൈവപുത്രനാണെങ്കിൽ, നീ ദൈവമാണെങ്കിൽ അറിയാം, നീ നടക്കുന്നത് പോലെ എനിക്കും ഈ വെള്ളത്തിന്റെ മുകളിലൂടെ നടക്കണം. അറിയാം, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം. അറിയാം, ഇന്നും ലോകത്തിൽ വേറെ ആരും വെള്ളത്തിന് മേളിൽ നടന്നതായി എഴുതിയിട്ടില്ല. അറിയാം, ബൈബിളിൽ കാണാനില്ല. പത്രോസ് ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് റിസ്ക് എടുത്തത് കൊണ്ടാണ് ഇന്നും അവൻ പ്രസംഗിക്കപ്പെടുന്നത്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, വാഗ്ദത്തം കേട്ടവനായിട്ട് ഇവിടെ വന്ന് കൈ ഉയർത്തിയിട്ട് നീ തിരിച്ചു പോയാൽ വിടുതൽ നടക്കണമെന്നില്ല. നീ എടുക്കുന്ന തീരുമാനത്തിന്റെ മധ്യത്തിൽ, നീ എടുക്കുന്ന റിസ്കിനകത്ത് അസാധാരണമായി എന്തോ ഒന്ന് തിരിയും. അറിയാം, സ്റ്റെപ്പ് വെക്കുന്നതിന്റെ മുമ്പിൽ ദൈവം ചലിക്കാൻ തുടങ്ങും. അബ്രഹാമേ, നീ എന്തുകൊണ്ട് ഇന്ന് പിതാവായി അറിയപ്പെടുന്നു? ആരൊക്കെ യേശുവിനെ വിളിച്ചു പറയുന്നു അവരുടെ എല്ലാം പിതാവെന്ന് നിന്റെ പേരാ എഴുതപ്പെടുന്നത്. അബ്രഹാം പറയും, ഞാനൊരു റിസ്ക് എടുക്കാൻ തയ്യാറായി. എന്താണെന്നറിയാമോ? ഇസഹാക്കിനെ എൻ്റെ കയ്യിൽ തന്നിട്ടും എൻ്റെ ദൈവത്തെക്കാൾ വലുതല്ല അവനെന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു. സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ നീ അനുഗ്രഹത്തിന്റെ രഹസ്യമായി ഞാൻ വിളിച്ചു പറയുന്നത്. ഈ രഹസ്യം 5 വർഷത്തിന് മുമ്പേ എൻ്റെ അകത്ത് വെളിപ്പെട്ടു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചു. ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലോട്ട് കാല് വയ്ക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന് ബന്ധുക്കാർ, എൻ്റെ സഹോദരങ്ങൾ എന്നോട് ചോദിച്ചു, ഉറപ്പാണോ, നടക്കുവോ, അതോ നാറ്റപ്പേരാകുവോ എന്നൊക്കെ ചോദിച്ചവർ ഒത്തിരി പേരാണ്. ഹല്ലേലൂയ. എനിക്ക് അവരോട് ഇന്നും പറയാൻ ഒന്നേ ഉള്ളൂ, റിസ്ക് എടുക്കാത്തവനെ ദൈവം മാനിക്കത്തില്ല. റിസ്ക് എടുക്കാത്ത ഒരാളും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല. ദാനിയേലിനോട് ചോദിച്ചാൽ ദാനിയേൽ പറയും, പ്രാർത്ഥന നിർത്താൻ സിംഹത്തിന്റെ വലിപ്പം പറ്റത്തില്ല. രാജാവേ, നിന്റെ ഒന്നിനും എന്റെ പ്രാർത്ഥന നിർത്താൻ പറ്റത്തില്ല. ദാവീദിനോട് ചോദിച്ചാൽ പറയും, സഹോദരന്മാർ തിരുത്തി പറയേണ്ടി വരും. ഏറ്റവും മൂത്ത ജ്യേഷ്ഠനായ എലിയാബ് എന്ന് പറയുന്ന വ്യക്തി യുദ്ധക്കളത്തിൽ ആഹാരവുമായി വന്നു നിന്ന് ദാവീദിനോട് പറഞ്ഞു, എനിക്കറിയാം നിന്റെ നിഗളവും അഹങ്കാരവും, നീ പട കാണാൻ വന്നവനാണ്. പക്ഷെ ഞാൻ ആത്മാവിൽ വിളിച്ച്, എലിയാബ് എന്നല്ല, എലിയാബ് എന്നാണ് അവന്റെ പേര്, മൂത്ത ജ്യേഷ്ഠ, നീ പേര് മാറ്റി പറയും അടുത്ത മണിക്കൂറിൽ. കാരണം റിസ്ക് എടുക്കാൻ തയ്യാറായ നിൽക്കുന്നത്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് ഹല്ലേലൂയ. എന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവം ഹല്ലേലൂയ ചിലതിനെ വീഴ്ത്താൻ വേണ്ടിയാണ്. സ്വീകരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. നിന്റെ മേളിൽ പുറപ്പാടുകൾ സംഭവിക്കുന്നു. നിന്റെ മേളിൽ ഉയർച്ചകൾ വ്യാപരിക്കുന്നു. നിന്റെ മേളിൽ ഭയങ്കര വഴികൾ തുറക്കുന്നു. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ സ്ഥലം രാമകുളങ്ങരയാണ്. ഞാൻ 2023 ഡിസംബറിലാണ് ഇവിടെ വരാൻ തുടങ്ങിയത്. ഞാൻ ഫസ്റ്റോട് പറഞ്ഞിരുന്നത് എനിക്ക് വീട്ട് ജപ്തിയായി. അന്ന് ഞാൻ ഫാസ്റ്റോട് പറഞ്ഞു, അങ്ങനെ എപ്പോഴും വരുമ്പോഴെല്ലാം പറയും പ്രാർത്ഥിക്കും. അങ്ങനെ ഫാസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നു 3 വട്ടവും കൂടി ബാങ്കിൽ കയറി ഇറങ്ങേണ്ടി വരുമെന്ന്. ഇപ്പം മാനേജർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് 40,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. 2 ലക്ഷം അടയ്ക്കേണ്ടത്, അത് 40,000 രൂപ അടച്ചാൽ മതി, ബാക്കി 160 മാനേജർ തന്നെ അടച്ചോളാന്ന് പറഞ്ഞു. അങ്ങനെ ജപ്തി ഒഴിവായി. ആ സന്തോഷത്തിലിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ. എനിക്ക് 2 വർഷം മുമ്പ് വയറ്റിന് വല്ലാതെ വന്നു. ആഹാരം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു. കഴിക്കാൻ ചെല്ലുമ്പോൾ ഛർദ്ദിൽ വരും. ആഹാരം കഴിക്കാനേ പറ്റത്തില്ലായിരുന്നു. കടപ്പലിലായിരുന്നു. ജോലിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിരുന്നായിരുന്നു. പക്ഷെ പൂർണ്ണമായി പാസ്റ്റർ പ്രാർത്ഥിച്ച് സുഖം പ്രാപിക്കുകയും ചെയ്ത് ജോലിക്ക് പോവുകയും ചെയ്തു. റെയിൽവേ ജോലിയാണ്. ദൈവത്തിന് നന്ദി, അവയ്ക്ക് നന്ദി പറയുന്നത്. ആമേൻ. ഒന്ന് കര ഉയർത്തി പിടിച്ചുകൊണ്ട് മഹത്വം ഉണ്ടാകട്ടെ.
ദേവദാസൻ എന്നോട് പ്രവചിച്ചതുപോലെ അർഹിക്കാത്ത നന്മ നീ കാണും എന്ന് പറഞ്ഞതുപോലെ കഴിഞ്ഞ ബുധനാഴ്ച എനിക്ക് തലമുറയെ കാണാൻ ഇടയായി. ശാരീരികമായി ഒരുപാട് അസ്വസ്ഥതകളുണ്ടെങ്കിലും ഒരാളുടെ സഹായമില്ലാതെ ഞാൻ ഒരിടത്തും പോകാത്ത ഞാൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കണ്ണൂർ വരെ ഒറ്റയ്ക്ക് പോകാനിടയായി. അതുപോലെ തന്നെ കുഞ്ഞിനെ കാണാനിടയായി. ഒരു പെൺകുഞ്ഞ് ദൈവം തന്നു. അന്ന് രാവിലെ തിങ്കളാഴ്ച അഡ്മിറ്റ് ആയെങ്കിലും ബുധനാഴ്ച വരെ ഡെലിവറി ആവാറുന്നതുകൊണ്ട് ഞാൻ ദേവദാസിനെ വിളിച്ച് പറഞ്ഞു. ഫാസ്റ്റിംഗ് പ്രയറിന് വന്നിട്ട് പോയി. അതിനുശേഷം ദേവദാസിനെ വിളിച്ച് പറഞ്ഞിരുന്നു, പ്രസവം നടന്നിട്ടില്ല പാസ്റ്ററെ, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരുന്നു. പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനാണ്. അന്ന് ബ്രദറിനോട് ഇത് രാവിലെ വിളിച്ച് പറയുമ്പോൾ പറഞ്ഞത് വൈകിട്ടിന് മുമ്പിൽ പ്രസവം നടന്നില്ലെങ്കിൽ അവർ ഹല്ലേലൂയ അവർ സർജറിയിലേക്ക് അല്ലെങ്കിൽ സിസേറിയനിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. ഞാൻ ബ്രദറിനോട് പറഞ്ഞു വൈകിട്ടിന് മുമ്പേ കർത്താവ് അത് ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം വിശ്വസ്തനാണ്. 6 മണിയായപ്പോഴത്തേക്കും മകൾ വരെ ഭയങ്കര പെയിനായിട്ട് ഭയങ്കരമായിട്ട് ബഹളമിട്ടു. അടുത്ത നേഴ്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു സിസേറിയൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും വൈഫ് പറഞ്ഞു ഇല്ല, എൻ്റെ മകളല്ലേ, അവിടെ നിൽക്കട്ടെ, ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ നടക്കും, ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു 6 മണി വരെ ഡോക്ടർ നോക്കുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം ഡോക്ടർ വന്ന ശേഷം പറഞ്ഞു എന്തായാലും നമുക്ക് 1.5 മണിക്കൂറുടെ വെയിറ്റ് ചെയ്യാം, പ്രസവം നടക്കുമെന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡ്സിൽ തന്നെ പ്രസവം സുഖപ്രസവമായിട്ട് വന്നു. സന്തോഷമായിട്ട് കുഞ്ഞും തലയായിട്ടിരിക്കുന്നു. ഇതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും സഹായമില്ലാതെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് എവിടെയും പോകാത്തതാണ്. മാക്സിമം വന്ന് ഈ ചർച്ച് വരെ വരത്തുള്ളൂ. ഞാനാണ് കണ്ണൂർ വരെ പോകാൻ ദൈവം ഇടയാക്കി, ആരോഗ്യം തന്നു, തിരിച്ചു വരാനിടയായി. സാക്ഷ്യം പറയാൻ നിങ്ങളുടെ മുമ്പിൽ ഓരോരുത്തരുടെ മുമ്പിൽ ദൈവം തന്ന കൃപയോർത്ത് വളരെയധികം നന്ദിയുണ്ട്. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കണ്ണുകൾ അടച്ച് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്തു പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചാട്ട്. ഞാൻ വിശ്വസിക്കുന്നത് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നാളുകളായിട്ട് അറിയാം കുടുംബമായി സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരുണ്ട്, മുമ്പോട്ട് പോകാൻ പറ്റാത്തവരുണ്ട്. പക്ഷേ ദൈവം ഭയങ്കരമായ ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ കരം ഇന്ന് ചിലവരെ തൊടാൻ പോവുകയാണ്. എൻ്റെ കൂടെ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയുടെ ആഴത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. പ്രാർത്ഥിക്കാമോ പ്രിയരെ? ദൈവത്തിൻ്റെ കരം നിങ്ങളെ തൊടാൻ പോവുകയാണ്. ദൈവപ്രവൃത്തി നിങ്ങൾ കാണാൻ പോവുകയാണ്. കണ്ണുകൾ അടച്ചാട്ടെ. ഇപ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളെ തൊടും കേട്ടോ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ ദൈവപ്രവൃത്തികൾ സൗഖ്യം വെളിപ്പെടും. കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാരപ്പെടുന്ന മാതാപിതാക്കൾക്കായിട്ട് തലമുറയിൽ വിടുതലില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാളുകളായി കരയുന്നവർക്ക് കർത്താവേ ഇന്നൊരു അത്ഭുതം അങ്ങ് ചെയ്യാൻ പോവുകയാണ്. അങ്ങയുടെ കരം അങ്ങ് നീട്ടിയതിനായി സ്തോത്രം. അങ്ങയുടെ പ്രവൃത്തി അങ്ങ് അയച്ചതിനായി സ്തോത്രം. ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്ന അപ്പാ, ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവർക്ക് പൂർണ്ണ വിടുതൽ വെളിപ്പെടുകയാണ്. നാളുകളായി വിവാഹത്തിൻ്റെ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്നതിനുണ്ട്, നാളുകളായിട്ട് ഉയർച്ചയില്ലാതെ വിഷമിക്കുന്നതിനുണ്ട്. കർത്താവെ, ഇവർക്ക് വേണ്ടി ഒരു അത്ഭുതം അങ്ങ് ചെയ്യണമേ അപ്പാ. അങ്ങയുടെ കരം അങ്ങ് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു. എൻ്റെ യേശു വാക്ക് മാറാത്തവനാ, എൻ്റെ യേശു വാക്ക് മാറാത്തവൻ. ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയൊരു അത്ഭുതം അങ്ങ് വെളിപ്പെടുത്തുന്നല്ലോ. അങ്ങയുടെ കരം വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവെ, പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരം ചലിക്കുന്നതിനായി നന്ദി. ഒരു വലിയ അത്ഭുതം കർത്താവെ, ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ദൈവം വാക്ക് പറഞ്ഞിരിക്കുന്നതിനാൽ ഇന്ന് ആദ്യ ചില ബിസിനസ്സുകൾ കർത്താവ് തുറന്നു കൊടുക്കാൻ പോകുന്നതിനായി സ്തോത്രം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അറിയാം സൗമ്യ എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. സൗമ്യയ്ക്ക് വേണ്ടി ഒരു വിടുതൽ കർത്താവ് അയക്കുന്നു. അതേപോലെ തന്നെ അറിയാം കർത്താവെ, എന്നെ കാണുന്ന അറിയാം 2-3 ആൾക്കാർ അറിയാം ഒരു പുതിയ വാതിലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അറിയാം ജോലി നഷ്ടപ്പെട്ടു പോയി, അറിയാം ബിസിനസ് നടക്കുന്നില്ല, അറിയാം ഒരു വഴിയും തുറക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ 3 പേർക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നല്ലോ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ഉറപ്പിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഷീലയ്ക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാണ്. ചില രോഗക്കിടക്കയിൽ കിടക്കുന്നവർ ദൈവശക്തിയാൽ അടിപ്പിണരാൽ സൗഖ്യം ലഭിച്ചു എന്ന് പറയുവാൻ കർത്താവെ അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ അപ്പാ, അങ്ങയുടെ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ
വലിയ വഴികൾ തുറക്കുന്നല്ലോ, വലിയ വാതിലുകൾ തുറക്കുന്നല്ലോ. ദൈവപ്രവർത്തികൾ വെളിപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ കർത്താവെ, വാതിൽ തുറന്നെന്നും അത്ഭുതം നടന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. കർത്താവെ, പ്രത്യേകിച്ച് വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. അവരുടെ വാതിൽ ഇപ്പോൾ തുറക്കട്ടെ അപ്പ. നാളുകളായിട്ട് ഹല്ലേലൂയ വിവാഹം നടക്കാത്തവരുണ്ട്, തലമുറയില്ലാത്തവരുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യണമേ. ഞാൻ ഈ പ്രാർത്ഥിച്ച സമയത്ത് തന്നെ വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇപ്പോൾ വെളിപ്പെട്ടിരിക്കുന്നല്ലോ. ആ കർത്താവിൻ്റെ കരം ഇപ്പോൾ തുറന്നിരിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, ചിലവരെ തൊട്ടതിനായി നന്ദി, ചിലവർ രോഗം മാറിയതിനായി സ്തോത്രം, ചിലവർക്ക് വേണ്ടി അത്ഭുത വഴി തുറന്നതിനായി നന്ദി. അറിയാം, ലില്ലി എന്ന് കാണിക്കുന്ന ഒരു പേര് കർത്താവ് കാണിക്കുന്നു. അത്ഭുതം വെളിപ്പെട്ടിരിക്കുകയാണ് കർത്താവെ. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മകേഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മകേഷിൻ്റെ ജീവിതത്തിൽ ഒരു വഴി തുറന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും ഈ പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ വലിയ കരം കാണേണ്ടതിനായിട്ട് ഹല്ലേലൂയ നിങ്ങൾ വേഗത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഈ കാണുന്ന 811 വിളിക്കണമെന്ന് ഉറപ്പിക്കുന്നു. 9072 എന്ന് കാണുന്ന നമ്പർ വാട്സപ്പാണ്. അതിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കണം, വിളിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ കരം വെളിപ്പെടട്ടെ. വാട്സാപ്പിൽ തന്നെ കോൺടാക്ട് ചെയ്യണം. കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെങ്കിൽ ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യാൻ തയ്യാറാകണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്, നിങ്ങൾ കടന്നു വരണം. കർത്താവിൻ്റെ വലിയ കരം നിങ്ങൾ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ദൈവ പ്രവർത്തിക്കായിട്ട് നമുക്ക് ഒരുമിക്കാം പ്രിയരെ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എങ്കിൽ ഹല്ലേലൂയ. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി നമ്പറിൽ വിളിക്കുകയും യൂട്യൂബ് ചാനലുണ്ട്, അതേപോലെ തന്നെ ഫേസ്ബുക്ക് ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. കർത്താവ് നിങ്ങളെ എല്ലാ നിലയിലും മാനിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.